നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് തുറന്നു പറഞ്ഞത്. ഇയാളുടെ പല ചെയ്തികളും വികൃതികളും വൃത്തികേടുകളും തനിക്കറിയാം, അതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയാൽ നീ ഇവിടെ അങ്ങ് നിൽക്കില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനാണ് എന്നുകൂടി ഓർക്കണം. ഇപ്പോൾ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു. ഒറ്റപ്പെട്ടുള്ള സ്ഥലത്തുള്ള ഹോം സ്റ്റേയിൽ കൊണ്ടുവരുന്നു, ഹോം സ്റ്റേയിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്നു, അതിനുശേഷം ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെടുന്നു, വിവാഹ വാഗ്ദാനം നൽകുന്നു. ഫെനി നൈനാൻ എന്ന സുഹൃത്തിനൊപ്പമാണ് രാഹുൽ എത്തിയത് എന്ന് വളരെ വ്യക്തമായി ഈ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ കുരുക്ക് കൂടി രാഹുലിൽ മുറുകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അത് ഒരു പക്ഷേ ഇനി പരാതിയായും കേസായും മറ്റും അല്പസമയത്തിനകം തന്നെ പോലീസിന് മുൻപിൽ എത്തിയേക്കാം, അതിന്മേലും അന്വേഷണം ഉണ്ടായേക്കാം. പക്ഷേ അവിടെയൊക്കെയാണ് ഈ തുടർച്ചയായ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ, ഇവരുടെ ഇരകളുടെയും മറ്റും ഐഡന്റിറ്റി മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലെ വെളിപ്പെടുത്താനുള്ള ത്വര, സൈബർ അറ്റാക്ക്, അതൊക്കെയാണ് വല്ലാതെ ഇവരെയൊക്കെ എന്തായാലും അനുഭവിച്ചു. ഇനി എന്തിന് ഇത്തരം കാര്യങ്ങളിൽ വീണ്ടും ഇടപെടണം, ഇനി എന്തിന് നാണം കെടണമൊക്കെ ചിന്തിക്കുന്നവരാണ് പലപ്പോഴും പുറകോട്ട് പോകുന്നത്. പക്ഷേ ഇയാളെപ്പോലെ വലിയ ഒരു ക്രിമിനൽ വാസനയുള്ള ഒരു സൈക്കോ ക്രിമിനലിനെ രക്ഷപ്പെടുത്താൻ മാത്രമേ അത് സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം. വിനോദ്, ഇത് ഇനിയിപ്പോൾ പാർട്ടി ചെയ്യേണ്ടത് പോലീസിന് കൈമാറുക ഈ പരാതി എന്നുള്ളതാണ്. അത് സംഭവിക്കുമെന്ന് കരുതാമോ? എന്തെങ്കിലും പ്രതികരണം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്ത്, നമ്മൾ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാം. അതായത് പാലക്കാട്ട് നിന്ന് അല്ലെങ്കിൽ ആ MLA സ്ഥാനത്ത് നിന്ന് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഒഴിവാക്കുന്നില്ല എന്നതിന് രാഷ്ട്രീയമായി നിശബ്ദമായെങ്കിലും കോൺഗ്രസ് പറഞ്ഞ ഒരു കാര്യം, അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അത് BJPക്ക് അനുകൂലമാകും, അങ്ങനെ ആ സീറ്റിൽ BJP ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ഒരു ആശങ്ക ആണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ചില തരത്തിലെങ്കിലും ആ സമയത്ത് പങ്കുവച്ചത്. പക്ഷേ ഇപ്പോൾ ഡിസംബർ മാസമാകുന്നു, ഇനി ഏതായിരുന്നാലും അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായിരുന്നാലും അത് ഉണ്ടായാലും ഇല്ലെങ്കിലും ആദ്യം മുതൽ തന്നെ ഈ പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കളെടുത്ത നിലപാട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരാൾ കോൺഗ്രസിൻ്റെ പേരിൽ MLA ആയി തുടരാൻ പാടില്ല, ആ രാജി എഴുതി വാങ്ങണം എന്ന വികാരം തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ ആ നേതാക്കളെയാണ് അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല ഹാൻഡിലുകളിൽ നിന്നായി അധിക്ഷേപ സ്വരങ്ങൾ വന്നത്. അതിനൊക്കെ പിന്നിൽ തന്നെ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുമാണെന്ന വലിയ വിമർശനം ഉയർന്നിരുന്നു. ഷാഫി പറമ്പിലിനെ പോലും അവിടെ ഒഴിവാക്കിയിരുന്നില്ല. ഷാഫി പറമ്പിലൊക്കെ വളരെ നിശബ്ദമായി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്നു എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോഴും ഷാഫി പറമ്പിൽ ഇക്കാര്യത്തിലൊരു കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പാർട്ടി തീരുമാനമെടുത്തല്ലോ അങ്ങനെയൊക്കെ പറയുന്ന ആളല്ല ഷാഫി പറമ്പിൽ. എല്ലാ കാര്യത്തിലും വളരെ വ്യക്തമായി അഭിപ്രായം പറയുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് വിശദീകരിക്കേണ്ടതുണ്ട്. കെ സുധാകരനൊക്കെ ഏതടിസ്ഥാനത്തിലാണ് ആദ്യത്തെ പ്രസ്താവന നടത്തിയത്? കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുത്തിയെങ്കിൽ പോലും ഏതടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. പാർട്ടിയുടെ മുമ്പിൽ നിരവധി പരാതികൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ഒരു പരാതി മാത്രമല്ല, ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ഒരു FIR മാത്രമല്ല പാർട്ടിക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. നിരവധി പരാതികൾ പാർട്ടി നേതാക്കളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു മുൻ MP-യുടെ മകളോട് പോലും ഇത്തരത്തിൽ വിവാഹ അഭ്യർത്ഥന നടത്തുകയും പിന്നീട് ആ പെൺകുട്ടിയെ കൈയൊഴിയുകയും ചെയ്തുവെന്ന കാര്യം, പത്തനംതിട്ടയിൽ തന്നെ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട ചില പെൺകുട്ടികളോട് ഇതേ തരത്തിൽ വിവാഹ അഭ്യർത്ഥന നടത്തുകയും പിന്നീട് ഈ ലൈംഗിക താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്ന കാര്യം. ഏതായിരുന്നാലും ഇയാൾ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ. ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സാമാന്യ യുക്തിയിലും ബുദ്ധിയിലും മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇത്രയധികം പെൺകുട്ടികൾ അവരെല്ലാം പറയുന്നത്, ഈ പെൺകുട്ടിയും പറയുന്നത് തന്നെ ഈ ഫെനി നൈനാനുമായി വന്ന ഒരു വാഹനത്തിൽ കയറ്റി ദൂരം കൊണ്ടുപോയി ഒരു ഹോം സ്റ്റേ പോലുള്ള ഒറ്റപ്പെട്ട ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോയി അവിടെ സ്വകാര്യത ഉണ്ടാകണം, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നതെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ശാസ്തമംഗലത്തെ ഫ്ലാറ്റിലും ആദ്യത്തെ പരാതിയിലെ പെൺകുട്ടിയും പറഞ്ഞത് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അതായത് അവരുടെ കൺസെൻറ്റോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എന്ന തരത്തിൽ പോലും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകുകയും സംസാരിക്കാമെന്ന് പറയുകയും പ്രണയം നടിക്കുകയും കൊണ്ടുപോവുകയും പിന്നീട് ബലാത്കാരം ആയി അവരെ ലൈംഗിക ബന്ധത്തിന് ഇരയാക്കുകയും ചെയ്യുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ പെൺകുട്ടികൾ പലപ്പോഴും ഈ വിവാഹബന്ധം അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ പോകുന്ന ആൾ എന്നതിൽ വിശ്വസിക്കുന്നു, കുഞ്ഞ് വേണമെന്ന് പറയുന്നു. ഇതൊക്കെ തന്നെ വളരെ തന്ത്രപരമായ ചില നീക്കങ്ങളാണ്. എല്ലാ പെൺകുട്ടികളോടും പറയുന്നത് കുഞ്ഞ് വേണം എന്ന നിലയ്ക്കാണ്. പിന്നീട് ഇവർ നോക്കുമ്പോൾ ഇയാളുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ MLA ആണ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, യുവമുഖമാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോൾ ഈ പെൺകുട്ടികളിൽ
പലരും ഇപ്പോൾ റിനി അങ്ങനെ ഒരു കെണിയിൽ വീണില്ല. തൊട്ട് മുൻപ് സംസാരിച്ച റിനി വളരെ തന്ത്രപരമായി തന്നെ ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ നമ്പറൊക്കെ മനസ്സിലാക്കാൻ റിനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് റിനി ഈ ലൈംഗിക താല്പര്യത്തോടുള്ള സംസാരം വന്നപ്പോൾ തന്നെ അത് അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ തനിക്ക് അത്തരം കാര്യങ്ങൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഇയാളെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അതോടുകൂടി ഇയാൾ റിനിയെ വിട്ടുപോകുന്നു. അങ്ങനെ പല സ്ഥലത്തായി വലയെറിയുന്നു. അതിൽ കയറുന്ന ഇരകളെ അയാൾ നിരന്തരമായി ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. കോൺഗ്രസ് പാർട്ടി ഇവിടെ എടുക്കേണ്ട ഒരു നിലപാടുണ്ട്. 9-നും 11-നുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടവും രണ്ടാം ഘട്ടവും നടക്കുകയാണ്. ഇനിയെങ്കിലും വോട്ടർമാരെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന തരത്തിൽ സ്ഥാനാർത്ഥികൾക്ക് തല ഉയർത്തി ഓരോ വീടുകളിലും ചെന്ന് കയറാൻ കഴിയുന്ന തരത്തിലുള്ള തീരുമാനം കോൺഗ്രസ് എടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. അവർ നമ്മളോട് ആ തരത്തിൽ സംസാരിക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതോ അല്ലെങ്കിൽ വെട്ടുകളി കൂട്ടം പറയുന്നതോ അല്ല നിയമം എന്ന കാര്യം രാഹുൽ ഈശ്വറിൻ്റെ റിമാൻഡോടുകൂടി നമ്മൾ കണ്ടതാണ്. രാഹുൽ ഈശ്വർ ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായി ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ പെൺകുട്ടിയെ വേട്ടയാടാൻ ഇട്ടുകൊടുത്തു എന്നത് വളരെ വ്യക്തമാണ്. അതും ഒരു സംഘടിതമായ നീക്കമാണെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വരുന്നു. ഒരാൾ ഭാഗികമായ കാര്യങ്ങൾ പറയുന്നു. തൊട്ട് പിന്നാലെ സന്ദീപ് വാര്യർ ചില ഫോട്ടോകൾ ഞാൻ നീക്കം ചെയ്തു എന്ന് പറയുന്നു. അതായത് ഘട്ടം ഘട്ടമായി ഇതിങ്ങനെ ചെയിൻ രീതി അനുസരിച്ച് ഏതെങ്കിലും ഒരാളുടെ തലയിലേക്ക് വരാതെ ഒരു സിസ്റ്റം പോലെ പ്രവർത്തിക്കുകയും എന്നാൽ ആ പെൺകുട്ടിയെ കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന തരത്തിൽ വളരെ വിദഗ്ധമായി വളരെ പ്ലാൻഡായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അങ്ങനെയാണ് ആദ്യത്തെ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തു വരുന്നതിന് ഇവരുടെ ഭാഗത്തു നിന്ന് ചില ചെയ്തികൾ ഉണ്ടായത്. ആ കാര്യം ഇപ്പോൾ ഈ രണ്ടാമത്തെ പെൺകുട്ടി ഭയക്കുന്നു എന്ന് തന്നെയാണ് ആ കത്തിൽ പറയുന്നത്. തനിക്ക് ഭയമാണ്. ആദ്യത്തെ പെൺകുട്ടിയുടെ ചിത്രങ്ങളും വിവരങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരികയും ധൈര്യമായി പരാതി കൊടുത്തൊരു പെൺകുട്ടിയാണ്. പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ ഭയം വരുന്നു. തനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്ന കാര്യമാണ് ആശങ്കയോടുകൂടി ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത്. അതിന് അടിസ്ഥാനവുമുണ്ട്. ഏതായിരുന്നാലും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇതിനകം തന്നെ ഈ പെൺകുട്ടിയെ സമീപിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കുപുറുകയാണ്. വീണ്ടും ഒരു പരാതി കൂടി വന്നിരിക്കുന്നു. ഇത്തവണ പരാതിയുള്ളത് KPCC നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മറ്റുമാണ്. അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു വിവാഹ വാഗ്ദാനം നൽകിയെന്നാണ് ഈ പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒറ്റയ്ക്ക് തന്നെ റിസോർട്ടിലേക്ക് ക്ഷണിച്ചു. വലിയ ആൾസഞ്ചാരമൊന്നുമില്ലാത്ത സ്ഥലത്തെ റിസോർട്ടിലേക്ക് ക്ഷണിച്ചു. രാഹുലിൻ്റെ സുഹൃത്തും ഒപ്പമുണ്ടായിരുന്നു. അതിനുശേഷം ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, വിവാഹ വാഗ്ദാനം നൽകി. താൻ വീട്ടുകാരെ വിവരം അറിയിച്ചു. വീട്ടുകാർക്ക് സമ്മതമില്ലായിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് പിന്നീട് വീട്ടുകാർ സമ്മതിച്ചു. അപ്പോഴാണ് ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇയാളുടെ ഓരോ തരത്തിലുമുള്ള ഇത്തരം പെൺകുട്ടികൾ താൻ മാത്രമല്ല ഇത്തരം നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വരുന്നത്. തുടർന്ന് വീട്ടുകാരും ഇതിൽ നിന്ന് പിന്മാറുകയും തൻ്റെയും മനസ്സ് മാറുകയായിരുന്നു എന്ന് പറയുന്നു. തുടർന്നാണ് ഇപ്പോൾ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടെലഗ്രാം വഴിയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയത്.